ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സജി റേസിലേക്ക് സ്വാഗതം. ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശാഖപട്ടണം ഗാജ്വാക്ക CMR ഐനോക്സിൽ ഇപ്പോൾ ഈ ചിത്രം കണ്ടിട്ട് വന്നതേയുള്ളൂ ഞാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചു എൻ്റെ വിശേഷങ്ങളൊക്കെ. ഈ സിനിമയിൽ 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ഉള്ളത്. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത്. TD രാമകൃഷ്ണനാണ് സംഭാഷണം എഴുതിയത്. ക്രിസ്റ്റോ സേവിയർ സംഗീതം നിർവഹിച്ചപ്പോൾ ഛായാഗ്രഹണം ഷെഹന ജലാൽ, ആർട്ട് ഡയറക്ഷൻ ജ്യോതിഷ് ശങ്കർ, എഡിറ്റിംഗ് ഷെഫി മുഹമ്മദ് അലി എന്നിവരാണ് കൈകാര്യം ചെയ്തത്. ഈ ചിത്രം കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ കേരളത്തിൻ്റെ തെക്കൻ മലബാറിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ നടക്കുന്നത്. സുഹൃത്തുക്കളായ 2 പേർ രാത്രി പുഴ കടക്കാൻ പറ്റാതെ വരികയും അങ്ങനെ കാടിനുള്ളിൽ കുടുങ്ങിപ്പോകുകയും ചെയ്യുന്നു. കൊടും വനത്തിനുള്ളിലെ ഒരു മനയിലേക്ക് സുഹൃത്തുക്കളിൽ ഒരാളായ പാണൻ വഴിതെറ്റി എത്തപ്പെടുന്നു. ഈ മനയുടെ ഉടമസ്ഥനായ കൊടുമൺ പോറ്റി പാണന്റെ പാട്ടിൽ ഇഷ്ടം തോന്നി അവിടെ താമസിക്കാൻ അനുവദിക്കുന്നു. ഇനി ഈ മനയിൽ മറ്റൊരാൾ കൂടിയുണ്ട്, അവിടുത്തെ പാചകക്കാരൻ. ചിത്രത്തിൽ പ്രധാനമായിട്ടും ഈ 3 കഥാപാത്രങ്ങളാണുള്ളത്. കൊടുമൺ പോറ്റിയായി മമ്മൂട്ടിയും പാണനായി അർജുൻ അശോകനും വെപ്പുകാരനായി സിദ്ധാർത്ഥ ഭരതനും തങ്ങളുടെ കഥാപാത്രങ്ങൾ കൂടുതൽ ഗംഭീരമാക്കി. ചിരിയും ആക്രോശവും അട്ടഹാസവുമൊക്കെയായി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മമ്മൂട്ടിയെയാണ് സ്ക്രീനിൽ കാണുന്നത്. ഭയത്തിൽ നിന്നും ഒളിച്ചോടി പുതിയൊരു ലോകത്തിലെത്തുന്നതും അവിടെ ഓരോ ഘട്ടം കഴിയുമ്പോഴും പാണൻ എന്ന കഥാപാത്രത്തിലേക്ക് ഭയം വന്നു ചേരുന്നതും അർജുൻ അശോകൻ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. പ്രേക്ഷകരെ ഭയത്തിൻ്റെ മുൾമുനയിൽ കൊണ്ടെത്തിക്കാനും സാധിച്ചു. സിദ്ധാർത്ഥ ഭരതൻ തൻ്റെ കഥാപാത്രത്തെ, അതായത് പാചകക്കാരനായ കഥാപാത്രത്തെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. പിന്നീട് ഈ സിനിമയിലെ പശ്ചാത്തല സംഗീതം, ലൈറ്റിംഗ്, ഫ്രെയിമിംഗ്, ആർട്ട് വർക്ക്, അടുക്കളയിലെ സാധന സാമഗ്രികളുടെ ക്രമീകരണം എല്ലാം നമ്മളെ ആ പഴയ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ തന്നെയായിരുന്നു. ഒരുപാട് ഡയലോഗുകളൊന്നും ഈ സിനിമയിലില്ലെങ്കിലും ഓരോ ഡയലോഗും സംഭാഷണങ്ങളും ഒക്കെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുക തന്നെ ചെയ്യും. ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും ഈ സിനിമയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്, അതായത് ഞാൻ മനസ്സിലാക്കിയത്, അധികാരം കയ്യിലുള്ളവർ ചതികളിലൂടെയും കള്ളങ്ങളിലൂടെയും സാധാരണക്കാരായ ജനങ്ങളെ അടിമകളായി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വിശാഖപട്ടണം ഗാജ്വാക്ക CMR ഐനോക്സിൽ വല്ലപ്പോഴുമൊക്കെ മലയാള സിനിമ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല സിനിമയാണെങ്കിൽ പോയി കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനു മുൻപും ഞാൻ ഈ ഗാജ്വാക്ക CMR ഐനോക്സിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.